രചന എമിൽ മാധവി, സംവിധാനം വേണു സി കിഴക്കനേല, അവതരണം ദി ഫോർത്ത് വാൾ, വേദിയിൽ ബിജു കിഴക്കനേല. മോനെ കുമരോ, മോനെ കുമരു, അന്ന പ്രസവിച്ചപ്പോ അമ്മയ്ക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ? അമ്മയ്ക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ? എൻ്റെ അച്ഛനെക്കാളും അച്ഛച്ചനെക്കാളും വലിയൊരാളായി കാണണമെന്നാ ഞാൻ വിചാരിച്ചേ. നമ്മള് ഉരുണ്ട് വളർന്ന ഒരു മണ്ണാണ്. അവിടെ വെച്ചിട്ട് കുറേയധികം അനുഗ്രഹങ്ങൾ ഉണ്ടായി. അതെല്ലാം പല ദേശങ്ങളിൽ വെച്ച് കുറെ നാളുകൊണ്ടുള്ള മനസ്സിലെ ആഗ്രഹമാണ് വലിയ വേദിയിലെത്തുക. വേണു ശേഖരനെ സംബന്ധിച്ചോളം ഇതൊരു നല്ലൊരു വിലാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒട്ടുമില്ല എന്നുള്ളത്. കിഴക്കനേല എന്നൊരു മണ്ണിന്റെ ഒരു വലിയ ഗുണമുണ്ട്. ഇതൊരു നിസ്സാരമായൊരു പ്രൊജക്റ്റല്ല, ഒരു വലിയ പ്രൊജക്റ്റാണ്. എമിൽ മാധവി എന്ന് പറയുന്നത് ഒരു ഗംഭീരനായ എഴുത്തുകാരൻ്റെ ഒരു സോളോ രൂപത്തിൽ വേണ്ടുകൊണ്ട് തന്നെ സംവിധാനം ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരു പര്യടനത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. അത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഏകപാത്ര നാടകം, അങ്ങനെ നാടകം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കത് സൗകര്യപ്രദമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കുട്ടികളുടെ അനുഗ്രഹം കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നിരവധി ഇടങ്ങളിൽ നമുക്ക് നല്ല സൗഹൃദങ്ങളും സംഘാടനവുമായിട്ട് ബന്ധവും. പിന്നെ വേണുവേട്ടൻ്റെ ഒരു വലിയ വിലാസം, എവിടെയും നമുക്ക് പറ്റുന്ന DF എന്ന് പറയുന്നത് അതെല്ലാം കൂടെ യോജിക്കുമ്പോൾ ഒരു നാടകത്തിലേക്കൊരു നല്ല എൻട്രി കിട്ടുമെന്നൊരു ആത്മാർത്ഥമായ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ളൊരു വലിയ വ്രതത്തിലൂടെയാണ് ഈ 41 ദിവസം മണ്ഡലകാലമായാലും ഇനി അങ്ങോട്ട് ഇത് വേദിയിലെത്തുന്നത് വല്ലാത്തൊരു ആത്മസമർപ്പണത്തോടു കൂടിയിട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ ദുഷ്ടശക്തികളിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ ആത്മസമർപ്പണം. കാര്യം നാടകം അത്രയധികം പ്രണയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ സാന്നിധ്യം ഭയങ്കര അനുഗ്രഹമാണ്, അതൊരു ചൈതന്യമാണ്, അത് നമ്മളോടുള്ള സ്നേഹമാണ്. അതിൽ ഇതേപോലെ നന്ദി പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത്. ഞാൻ കലാരംഗത്തേക്ക് ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ കലാരംഗത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നും എനിക്കൊപ്പം ശക്തിയായി നിന്നിട്ടുള്ളതാണ് കുറ്റിക്കാട്ടമ്മ. അതോടൊപ്പം തന്നെ കിഴക്കനേല എന്ന് പറയുന്ന ഈ ദേശം, കിഴക്കനേലയിലെ ജനങ്ങൾ, ഇതൊക്കെ തന്നെ എൻ്റെ കലാരംഗം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് ഇതെല്ലാം എനിക്ക് പിന്തുണ നൽകുന്ന ശക്തികളാണ് എല്ലാത്തിനും സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കിഴക്കനേലയെ സംബന്ധിച്ച് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കലയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏതർത്ഥത്തിലായാലും ശരി തന്നെയാണ് കലാപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഒക്കെയും എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ബിജുവിന് ഇങ്ങനൊരു നാടകം ചെയ്യുന്നത്. ഇതൊരു നല്ല നാടകവും വ്യത്യസ്തമായ ഒരു നാടകവും വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവുമാണ്. ഒരു നിസ്വാർത്ഥനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സമൂഹത്തിന്റെ ചില എത്തിനോട്ടങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതാണ് ഈ നാടകം ബോധിപ്പിക്കുന്നത്. എമിൽ മാധവി എഴുതിയ ഈ നാടകം വളരെയേറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകമാണ്. അത് വളരെ സാഹസമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ബിജുവിൻ്റെ ശരീരം തൊട്ട് മാറ്റങ്ങൾ വരുത്തും. അതാണ് ബിജു ഇവിടെ പറഞ്ഞത്, ഒരു തപസ്യയായിട്ട് അത് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിലേക്ക്. അത് എന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്നോ അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ലാതെ ഒരു വെല്ലുവിളി പോലെ ഈ നാടകം ഏറ്റെടുക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. അത് അമ്മയുടെ തിരുമുമ്പിൽ നിന്നാവുമ്പോൾ നാടകത്തിനെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യർക്ക് മുന്നിൽ നിന്നാകുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ആ സന്തോഷം ആയിരിക്കും ഇതിൻ്റെ പിന്നിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നും ഊർജവും അതോടൊപ്പം തന്നെ പ്രേരക ശക്തികളായിട്ട് മാറുന്നത്. ഒരു നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ നാടകം തീർച്ചയായും സോളോ നാടകങ്ങളുടെ ഒരു അവസ്ഥയിൽ, ഏകപാത്ര നാടകങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അവതരണ ശൈലി തന്നെയായിരിക്കും ഇത്. അത് കേരളം വിട്ടുനോക്കുകയും ബിജുവിൻ്റെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ വെച്ചുകൊണ്ട് മറ്റുള്ള അന്യദേശങ്ങളിലൊക്കെയും ഈ നാടകം അവതരിപ്പിക്കപ്പെടും. അവിടെയൊക്കെയും കിഴക്കനേലയുടെ പേരുകൾ, ബിജു കിഴക്കനേല, വേണു സി കിഴക്കനേല എന്നൊക്കെ പറയുന്ന പേരുകൾ കിഴക്കനേലയുടെ പേരുകൾ എന്തായാലും നീക്കുമെന്നുള്ള കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും സ്നേഹവും സഹകരണവും
എല്ലാ നിമിഷവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ അതിർവരമ്പുകൾക്ക് അപ്പുറം ഇത് മറുദേശത്ത് നമ്മുടെ നാടിൻ്റെ പ്രശസ്തി ഒരുപാട് ഉയർത്തിയ ഒരു കലാകാരനാണ് മിസ്റ്റർ ബിജു. അതുപോലെ തന്നെ രണ്ട് വൻ ശക്തികളാണ് ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്താൽ ഈ ലോകം കീഴടക്കും എന്ന് പറയുന്ന മാറ്റി രണ്ടുപേരും കലാകാരനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാര്യം അത്ര എല്ലാം കൊണ്ടും തികഞ്ഞൊരു കലാകാരനാണ് ശ്രീ വേണുസി കരക്കനാല. അത് നമ്മുടെ കൊച്ചനിയൻ സുഹൃത്ത്. ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്നിച്ചൊക്കെ കളിച്ച് വളരെ. അതുപോലെ ബിജു നമ്മുടെ രഞ്ജനാണ്, നാടകം കളിച്ചിട്ടുണ്ട്. ബിജു നമ്മുടെ ഒരു കൊച്ചനിയനാണ്. കാരണം ആളെന്ന് പറയുന്നൊരു കലാകാരനാണ്. പൂർണ്ണമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ കുട്ടികളുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ നമ്മളായിരിക്കും തോന്നുന്നു രണ്ടാമത്തതാണ്. ഇതിനു മുൻപ് നമ്മുടെ രായസാറിൻ്റെ ഇതുപോലെ ഡോക്യുമെൻ്ററി ഇവിടെ വെച്ച് ചിത്രീകരിച്ച് ഇതും വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നിങ്ങൾക്ക് ഏതുകൊണ്ട് നാമത്തിൽ എൻ്റെ പേരിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കലാപരമായ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ കിടക്കുന്ന ദേശം. അതിനകത്ത് ഇപ്പോൾ ഈ വരും തലമുറ ഇപ്പോൾ കല്യാണം പറഞ്ഞു കഴിഞ്ഞു, അതായത് വേണുസിയുടെ കാര്യം വിജയസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ഈ പ്രാഗൽഭ്യം അത് ഈ സ്വന്തം തട്ടകത്തിലാവുമ്പോൾ അത് കൂടുതൽ തിളങ്ങുമാറാകട്ടെ. ഇതിനെല്ലാം ഒരുപാട് ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ നാടകം ഒരു കുട്ടിക്കാട്ടമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് തുടങ്ങുന്ന ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. കാരണം രാജൻ കിടക്കല എന്ന് പറയുന്ന ഇപ്പോൾ ഡോക്യുമെന്റിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ കല്യാണം. പക്ഷെ രാജൻ സാറ് ആദ്യം നാടകം തുടങ്ങുന്നത് ഈ അമ്പലത്തിൽ വെച്ചാണെന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയാതെ തോന്നുന്നു. കാരണം ഇവിടെ വെച്ചായിരുന്നു സാറിന്റെ നാടക സഭരയുടെ തുടക്കം ഈ അമ്പലത്തിൽ വെച്ചാണ്. അത് പിന്നെ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഇവിടെ വെച്ച് തുടങ്ങുന്ന ഈ സഭര്യ ഒരു വൻ വിജയമാക്കി തീർക്കുക. കുട്ടിക്കേട്ടമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ, രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ദൈവനാമത്താവട്ടെ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. ഒരു പക്ഷേ ബിജുവിൻ യാത്രയ്ക്ക് സമയം പോയില്ല. അതിൻ്റെ പിന്നീട് ശക്തനായ വേണു, ഒരു വെസ്റ്റേൺ ജീനിയസായ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിൻ്റെ ശക്തമായ സ്വാധീനങ്ങളിലാകുന്നു വിശിഷ്യ കുട്ടിക്കാട്ട് ദേവിയുടെ അനുഗ്രഹങ്ങളിലാകുന്നത് വിജയമാകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്ന വിജയമാകും. പ്രത്യേകിച്ച് കുട്ടിക്കാട്ട് ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിലെ 7 കാര്യങ്ങൾ ആ തുടക്കം നടത്തുമ്പോൾ അതെല്ലാം വിജയിച്ചിട്ടുണ്ട്. അത് ബിജുവിനകത്ത് വിജയിക്കുന്ന ആശംസകൾ. നമ്മൾ ദേശത്തിലുള്ള മഹാന്മാരായ കലാകാരന്മാരാണ്. ഇവരെ കുറിച്ച് എല്ലാവരും പറഞ്ഞതായിട്ട് പറയേണ്ടതൊന്നുമില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തമായ ഒരു കലാകാരനാണ് ബിജു ശ്രീ കിടക്കനല്ല. ഞങ്ങൾ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അബുദാബിയിൽ സ്വന്തമായിട്ട് നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചു. മറുഭാഷയിൽ കൂടി വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പുതിയ സംരംഭത്തിന് കുട്ടിക്കാട്ട് അമ്മയുടെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം എന്നും പറയപ്പെട്ടിട്ടില്ല. ഇതൊരു വൻ വിജയമായി തീർക്കട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ. എന്ത് പറയാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും വേണുജിക്കും ബിജുവിനും നേരുന്നു. അമ്മയുടെ വാമനം പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ രണ്ട് കലാകാരന്മാരും എന്നെയും ഒരു നാടക നടനായി രൂപപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ശ്രീ വേണുസി കിഴക്കനാല എന്ന സംവിധായക പ്രതിഭ, ബഹുമുഖ പ്രതിഭ, നേരത്തെ പറഞ്ഞതുപോലെ ബഹുമുഖ പ്രതിഭയും അതുപോലെ മറ്റൊരു പ്രതിഭയാണ് ശ്രീ എൻ്റെ സഹോദരൻ ബിജു കിഴക്കനാല. രണ്ടുപേരും കൂടെ ചേർന്ന് വലിയൊരു നക്ഷത്രമായി ഭവിക്കട്ടെ. ദേശാന്തരങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ ഓരോ കലയുമായി ബന്ധപ്പെട്ട നാടകത്തിനായാലും ഏതിനും മദർമതി സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് വരണം മോളുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇപ്പോഴും അമ്പലങ്ങളിലായാലും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് സി. പിന്നെ വേണുവിനെ കുറിച്ച് ഞാൻ ധരിക്കുന്നതിനോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് കാർത്തിക ദിവസമാണ്. എല്ലാ ദീപങ്ങളും തെളിയുന്നത് പോലെ അവൻ്റെ ഈ സ്പെക്റ്റും നല്ല രീതിയിൽ തിളങ്ങട്ടെ എന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പുറത്തു തന്നെ അറിയപ്പെടുന്ന രീതിയിൽ വളരെ വലുതായി കുട്ടിക്കേട്ടമ്മയുടെ തീരുമാനത്തിലേക്ക് കൈമാറിയ ഈ നാടകം വളരെ വലുതായി വരട്ടെ എന്ന് ആശിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും നേരുന്നു.
അമ്മയുടെ തിരുസന്നിധിയിൽ ഈ കാർത്തിക നാളിൽ സന്ധ്യാസമയത്താണ് ഇതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ ഒരു സംരംഭം വളരെ ഉന്നതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിലുള്ള ഞങ്ങളുടെയൊക്കെ സഹായങ്ങൾ തീർച്ചയായിട്ടും ഈ സംരംഭത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേളിയുടെ 2 പ്രിയ മിത്രങ്ങളാണ് വേണു സി കിഴക്കനേലയും അതുപോലെ തന്നെ ബിജു സി വി. എല്ലാ ഉന്നതിയിലേക്കും ഈ നാടകം എത്തട്ടെ എന്ന് കുട്ടിക്കാട്ടമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വേണുസിയും ബിജു സിവിയും കൂടെ ചേർന്ന് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന നാടകം വളരെ ഉന്നതിയിൽ എത്തട്ടെ, അതിൽ നിന്ന് അവർ ഉയരങ്ങളിലേക്ക് തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ അഭിനന്ദനങ്ങൾ. ഒന്നും പറയാനില്ല. അത് മിടുക്കനാണ്, കരുത്തനാണ്. അത് വിചാരിക്കുന്ന കാര്യം നടക്കും, അത് ഉറപ്പാണ്. മിടുക്കനായിട്ട് തന്നെ വരും. അതുപോലെ വേണുസിയും നടക്കും. നാടകത്തിൻ്റെ മേഖലയിൽ എന്നെയും കൂടി ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറാൻ എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ ഒന്നുകൂടി ഇങ്ങനെ നിൽക്കാനും, പിന്നെ എൻ്റെ പ്രിയ സഹോദരൻ ബിജു സി വി യുടെ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പ്രിയ വിജയേട്ടൻ തന്നെ പറയാം, ചാത്തന്നൂർ SM കോളേജിൽ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദം ഇന്നും അതേപോലെ നിൽക്കുന്നു. ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സംരംഭം ഒരു വളരെ ഉന്നതിയിലെത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നു. ചേട്ടനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പാഷനാണ് ഈ അഭിനയം. അപ്പോൾ പുള്ളിക്ക് ലഭിച്ച ഈ അവസരം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും അടുത്ത അവസരങ്ങൾക്ക് ഒരു ചവിട്ടുപടിയായിട്ട് മാറ്റാനും ഈ നാട്ടിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സഹകരിച്ച് കൊടുക്കുന്ന എപ്പോഴും ഞാൻ കുട്ടി തന്നെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് അറിയാം. ആ സ്നേഹവും സേവനവും എപ്പോഴും ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥന.